ഒരു രൂപയ്ക്ക് ഒരു മാസം 1 പൈസയാണ് പലിശയെങ്കിൽ രണ്ടാമത്തെ വർഷം 3%, മൂന്നാമത്തെ വർഷം 6%. ഇങ്ങനെ അതിന്റെ 2/5 എന്ന് പറഞ്ഞാൽ 2/5 ഇൻറ്റു 200/n ആണ്. സാധാരണ പലിശ എന്ന ടോപ്പിക്കിന്റെ കീഴിൽ സ്ഥിരമായി റിപ്പീറ്റ് വരുന്ന, അത്രത്തോളം റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു 3 ടൈപ്പ് ചോദ്യങ്ങൾ. ഈ 3 ടൈപ്പുകൾ എത്രയും വേഗത്തിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ആദ്യം പഠിക്കും. ഇത് കൂടാതെ കുറച്ചും കൂടെ നിലവാരമുള്ള ഒരു 2 ചോദ്യം, വന്നാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ഒരു 2 ചോദ്യം, ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിൻ്റെ സാധാരണ പലിശയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു വഴിക്ക് പോവുകയാണ്. എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇനിയത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിലൂടെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. വർക്കൗട്ട് ചോദ്യങ്ങളായിട്ടും പരീക്ഷകളായിട്ടും ഒക്കെ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക് ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്റർ ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നിടത്ത് സെർച്ച് ചെയ്യുക. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് അങ്ങനെയും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ സാധാരണ പരീക്ഷയുടെ ക്ലാസ്സിലേക്ക് പോ. ആദ്യത്തെ ടൈപ്പ്, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു തുക സാധാരണ പലിശയ്ക്ക് 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. 2011 ഒരു ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു തുകയുണ്ട്. എത്രയാ തുക എന്നൊന്നും നമുക്കറിയത്തില്ല. ആ തുക സാധാരണ പലിശയ്ക്ക് കിട്ടും. നമ്മളിപ്പോൾ സാധാരണ പലിശയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. അപ്പം മക്കളെ, ഈ സാധനം നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇരട്ടിക്ക് പകരം 3 മടങ്ങായി അല്ലെങ്കിൽ 4 മടങ്ങായി എന്നൊക്കെ നമ്മൾ കാണും. ഓക്കെ ആണ്. അപ്പോൾ ഇതിനൊരു ചെറിയ ടെക്നിക്കുണ്ട്. നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഏതെങ്കിലും ഒരു തുക സാധാരണ പലിശയിൽ ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ അതെന്തു തുകയായിക്കോട്ടെ, 100 എന്ന് പറയുന്ന 200 ആയിക്കോട്ടെ, 5000, 10000 ആയിക്കോട്ടെ, വാട്ടവർ, ഏതെങ്കിലും ഒരു തുക ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 100/n ആയിരിക്കും. അതായത് പലിശ നിരക്ക് കാണാൻ 100നെ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് അവിടുത്തെ വർഷം എന്ന് പറയുന്നത് മക്കളെ 100/6 ആയിരിക്കും. 100/6. അപ്പൊ പലിശ നിരക്ക് കാണാൻ 100നെ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വർഷം കാണാൻ 100നെ പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണ്. ഇതെപ്പോഴാ? ഒരു തുക ഇരട്ടിയായി എന്ന് പറയുമ്പോൾ. അപ്പം അതേപോലെ സാധാരണ പലിശയിൽ ഒരു തുക 3 മടങ്ങായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ 6 എന്ന് പറയുന്നത് 200/n ആണ്. n എന്ന് പറയുന്നത് 200/6 ആണ്. ഇനി 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ 6 എന്ന് പറയുന്നത് 300/n ആണ്. n എന്ന് പറയുന്നത് 300/6 ആണ്. പഠിച്ചോ? അപ്പൊ 5 മടങ്ങായി എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് 400/n, n എന്ന് പറയുന്നത് 400/6. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒരു റൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണ പലിശയിൽ ഏതെങ്കിലും ഒരു തുക ഇരട്ടിയായാൽ പലിശ നിരക്ക് പറയുന്നത് 100/n ആണ്. n വർഷം എന്ന് പറയുന്നത് 100/6 ആണ്. 3 മടങ്ങായി എന്ന് പറഞ്ഞാൽ 200/n ആണ്. n 200/6 ആണ്. 4 മടങ്ങായി എന്ന് പറഞ്ഞാൽ 300/n ആണ്.
n 300/6 ആണ്, സെറ്റാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ, നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും, ഇരട്ടി ഇരട്ടി എന്ന് പറയുമ്പോൾ 200, 200/n 200/6. അങ്ങനെയല്ല, നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാ. ഇരട്ടി എന്ന് പറയുമ്പോൾ 100/6 100/n, 3 മടങ്ങെന്ന് പറയുമ്പോൾ 200/6 200/n, 4 മടങ്ങെന്ന് പറയുമ്പോൾ 300/6 300/n. ഇനി ഇതിന്റെ ലോജിക്കും കൂടെ ഞാനൊന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് എടുക്കുന്നത്. മക്കളെ, 100 എന്ന് പറയുന്ന ഒരു തുക നമ്മൾ ബാങ്കിലിട്ടു, അത് മുതലും പലിശയോടെ ചേർത്ത് ഇരട്ടിയായി, അതായത് 200 അതിന്റെ വർഷം എത്ര, അല്ലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നാ ചോദ്യം. അപ്പൊ മക്കളെ, ഇവിടെ 100 എന്ന് പറയുന്ന തുക 200 ആകുമ്പോൾ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് 100 മാത്രമാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാ? കാര്യം സാധാരണ പലിശ എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ഒരേ പലിശയാണ്. 100 എന്ന് പറയുന്നത് നമ്മൾ ഇട്ട പൈസയാണ്, നമ്മുടെ മുതലാണ്. അതിപ്പോ 200 മാറി. 100 200 ആയെങ്കിൽ എൻ്റെ മുതലും 100ഉം പലിശ 100ഉം. മനസ്സിലായോ? മുതലെന്ന് പറയുന്നത് എപ്പോഴും 100. അതുകൊണ്ടാണ് ഇരട്ടിയുടെ കേസിൽ നമ്മൾ 100 എടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞ 5 വർഷം കൊണ്ട് 100 രൂപ പലിശ, അല്ലെങ്കിൽ 8% 100 രൂപ പലിശ കിട്ടിയാൽ ഓരോ വർഷവും എത്ര എന്ന് കാണാൻ 100/5. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി ഇതേ സ്ഥാനത്ത് 100 എന്ന് പറയുന്ന സാധനം 3 മടങ്ങായി എന്നിരിക്കട്ടെ. 100 എന്ന് പറയുന്ന സാധനം 3 മടങ്ങാവുമ്പോൾ 100 രൂപ 300 രൂപയായി. ഇവിടെ ഞാൻ ഇട്ട മുതലെന്ന് പറയുന്നത് 100 ആണ്, പക്ഷെ എനിക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് 200. എന്തുകൊണ്ടാ? 100 ഞാൻ ഇട്ടതാണ്, പലിശ ബാക്കി 300ൽ നിന്ന് 100 പോയിട്ട് ബാക്കി 200. ഇനി 4 മടങ്ങായി എന്ന് പറയുമ്പോൾ ഞാൻ 100 രൂപ ഇട്ടു, അത് മക്കളെ 400 രൂപയായി. എന്തുകൊണ്ടാ? 4 മടങ്ങായി. അവിടെ എൻ്റെ മുതൽ എപ്പോഴും 100 തന്നെയാണ്, പക്ഷെ എനിക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് 300 ഇതാണ് ഞാൻ ഈ എപ്പോഴും ഇരട്ടിക്ക് 100ഉം 3 മടങ്ങിന് 200ഉം 4 മടങ്ങിന് 300ഉം എടുത്തതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. സാധാരണ പലിശ എപ്പോഴും ഒരേ മുതലും ഒരേ പലിശയുമാണ്. അപ്പൊ എല്ലാ കൊല്ലവും ഇപ്പൊ പലിശ എത്ര നോക്കി അതിനെ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെ പലിശ എത്ര നോക്കി അതിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നതിന്റെ ലോജിക്ക് ഇതാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു വട്ടം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മക്കളെ. സാധാരണ പലിശയിൽ ഏതെങ്കിലും ഒരു തുക ഇരട്ടിയായി, അപ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് 100/n, n എന്ന് പറയുന്നത് 100/6. ഇനി 3 മടങ്ങായി നോട്ട് എഴുതണം. R എന്ന് പറയുന്നത് 200/n, n എന്ന് പറയുന്നത് 200/6. 4 മടങ്ങായി അവിടുത്തെ R എന്ന് പറയുന്നത് 300/n, n എന്ന് പറയുന്നത് 300/6. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം മക്കളെ. ഇരട്ടിയുടെ നമ്പർ 100, പലിശ 100, 100 ഇടുമ്പോൾ 3 മടങ്ങിന്റെ നമ്പർ 200, 100 ഇടുമ്പം പലിശ 200, 4 മടങ്ങിന്റെ നമ്പർ 300. 6 ആണ് ചോദിക്കുന്നതെങ്കിൽ n അടിയിൽ കൊടുക്കുക, n ആണ് ചോദിക്കുന്നതെങ്കിൽ 6 അടിയിൽ കൊടുക്കുക. സിമ്പിൾ. നിങ്ങളോട് ചോദിച്ചു ഇരട്ടി 100, n ആണ് 6 അടിയിൽ, 6 ആണ് n അടിയിൽ. ഇനി 3 മടങ്ങ് നമ്പർ 200, n ആണ് 6 അടിയിൽ, 6 ആണ് n അടിയിൽ. 4 മടങ്ങ് നമ്പർ 300, n ആണ് 6 അടിയിൽ, 6 ആണ് n അടിയിൽ. സിമ്പിളാ. ഇനി ചെയ്തു വരുമ്പോൾ ഓക്കെ ആവും. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഒരു തുക സാധാരണ പലിശയിൽ 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക്. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം, ഒരു തുക ഇടമക്കളെ ഇരട്ടിയായപ്പോ നമ്പർ 100, 6 ആണ് 100/n, n ആണ് 100/6. ഇവിടെ പലിശ നിരക്ക കാണണ്ടേ 6. അപ്പൊ 6 കാണാൻ 100/n. n എന്ന് പറയുന്നത് വർഷമാണ്, 100/n, n എന്ന് പറയുന്നത് 8 വർഷം. ക്വസ്റ്റ്യനിൽ തന്നു 8 വർഷം. 100നെ 8 കൊണ്ട് ഭാഗിച്ചു നോക്കുക,
100നെ നമ്മൾ 4 വെച്ച് ഭാഗിച്ചാൽ ഇത് 25 ആവും. 8നെ 4 വെച്ച് ഭാഗിച്ചാൽ ഇത് 2 ആവും. 25/2 നമ്മുടെ ഉത്തരം 12.5%. പലിശ നിരക്ക് എപ്പോഴും ശതമാനത്തിലാണ്. നമ്മുടെ ഉത്തരം 12.5%. 100നെ വർഷമായ 8 കൊണ്ട് ഭാഗിച്ചു. 4 വെച്ച് താഴെയും മേളിലും ഭാഗിച്ചാൽ 25, താഴെ 2. 25/2 എന്ന് പറഞ്ഞാൽ 25ന്റെ പകുതി 12.5%. അടുത്ത ചോദ്യം ഇതാ. ഒരു നിശ്ചിത തുക സാധാരണ പലിശ രീതിയിൽ 15 കൊല്ലം കൊണ്ട് 4 മടങ്ങാവുന്നു. പലിശ നിരക്ക് എത്ര? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 മടങ്ങാവുന്നു. 4 മടങ്ങാവുമ്പോ 4 മടങ്ങിന്റെ നമ്പർ 300. 4 മടങ്ങ് 300. 6 n അടിയില്, n ആണ് 6 അടിയില്. നമുക്കിവിടെ പലിശ നിരക്കാ കാണണ്ടേ 6. അപ്പൊ 300/n. 300/n വർഷം ക്വസ്റ്റ്യനിലുണ്ട് 15. 300നെ 15 കൊണ്ട് ഭാഗിച്ചു നോക്കുക. നമ്മുടെ ഉത്തരം 20%. അടുത്ത ചോദ്യം. ഒരു നിശ്ചിത തുക 40% പലിശ നിരക്കിൽ 3 മടങ്ങാവാൻ എത്ര വർഷമെടുക്കും? മക്കളെ, ഇവിടെ ഏത് പലിശയാണെന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് ഒരു പലിശയും പറയുന്നില്ല എങ്കിൽ അത് സാധാരണ പലിശയുടെ ചോദ്യമാണ്. ചില ക്വസ്റ്റ്യൻ്റെ അകത്തിൽ ഏത് പലിശ എന്ന് പറയത്തില്ല, അപ്പൊ ഇരുന്ന് ഡൗട്ട് അടിക്കരുത്. അപ്പൊ ഇവിടെ ഒരു തുക മക്കളെ 3 മടങ്ങായി. 3 മടങ്ങിന്റെ നമ്പർ പിള്ളാരെ 200 ആണ്. n ആണ് ചോദിക്കുന്നതെങ്കിൽ 6 അടിയില്, 6 ആണ് ചോദിക്കുന്നതെങ്കിൽ n അടിയില്. ഇവിടെ വർഷമാണ് ചോദിച്ചേ, n ചോദിച്ചു. അപ്പൊ 200/6 അടിയില്. 6 എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. 200/40 പലിശ നിരക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഇത് പോയി 2 0. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലായി 5 വർഷം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. ഒരു നിശ്ചിത തുക 20% പലിശ നിരക്കിൽ 4 മടങ്ങാവാൻ എത്ര വർഷം? ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഓർത്തോളുക. 4 മടങ്ങ്. 4 മടങ്ങിന്റെ നമ്പർ 300. n ആണ് ചോദിക്കുന്നതെങ്കിൽ 6 അടിയില്, 6 ആണ് ചോദിക്കുന്നതെങ്കിൽ n അടിയില്. ഇവിടെ വർഷമാ ചോദിച്ചേ, n ചോദിച്ചു, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ നമ്മൾ 6 അടിയിൽ കൊടുത്തു. 300/6 പലിശ നിരക്ക് ക്വസ്റ്റ്യനിലുണ്ട് 20. ഇതോടെ പോയി. 30നെ 2 കൊണ്ട് ഭാഗം. നമ്മുടെ ഉത്തരം 15 വർഷമാണ്. ക്വസ്റ്റ്യൻ വർഷമാ, അതുകൊണ്ട് 15 വർഷമാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. മക്കളെ, അടുത്ത ചോദ്യം. 1000 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരാൾ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എത്ര വർഷം കൊണ്ട് ഈ തുക ഇരട്ടിയാകും എന്നതാണ് ചോദ്യം. 2007 ഒരു ചോദ്യം. അപ്പൊ ഇതൊക്കെ വേണേ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. 1000 രൂപ ഇരട്ടിയായി. 1000 രൂപ 2000 രൂപയായി. ഇരട്ടി എന്ന് പറയുമ്പോൾ 2000 അല്ലേ? ആലോചിച്ച് നോക്ക്. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3000 ആയിരം. 1000 രൂപ 2000 ആയി. 5% പലിശ നിരക്കില്. ഇതിന് എത്ര വർഷം? അപ്പൊ n എന്ന് പറയുന്നത് നമുക്കറിയാം 100 × I ഡിവൈഡഡ് ബൈ PR ആണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ പലിശയാണ്. 1000 രൂപ 2000 രൂപയായി എന്ന് പറഞ്ഞാൽ 1000ന്റെ പലിശയാണ് 1000. കാര്യം 1000 2000 ആവുമ്പോൾ മുതല് 1000 ആണ്, പലിശ 1000 ആണ്. അപ്പൊ 1000. അപ്പൊ 100 × 1000 എന്ന് കൊടുത്തു. എന്നിട്ട് മുതലെന്ന് പറയുന്നത് 1000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനൊക്കെ നമുക്ക് ഇക്വേഷനിലോട്ടൊക്കെ തിരിച്ചു വെച്ച് ഈ ചോദ്യത്തെ നമുക്ക് ചെയ്യാം. നമ്മൾ ഇതിലോട്ടൊന്നും പോവാതെ സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്ക്. 1000 രൂപ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? 1000 ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, 30 രൂപ ആയിക്കോട്ടെ, വാട്ടവർ ഒരു തുക സാധാരണ പലിശയിൽ ഇരട്ടിയായാൽ അവിടുത്തെ R എന്ന് പറയുന്നത് 100/n ആണ്. n എന്ന് പറയുന്നത് 100/6 ആണ്. ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് 1000 ഒക്കെ കൊടുക്കണം. ഇവിടെ അതിന്റെ ഒരു ആവശ്യവും ഇല്ല. 1000 രൂപ ഇരട്ടിയായി. മക്കളെ, ഒരു തുക ഇരട്ടിയാകുമ്പോ R എന്ന് പറയുന്നത് 100/n, n എന്ന് പറയുന്നത് 100/6. ഇവിടെ വർഷമാ കാണണ്ടേ.
എന്നാ കാണണ്ടേ? അപ്പൊ 100/6. 100 പലിശ നിരക്ക്. പലിശ നിരക്ക് ക്വസ്റ്റ്യനിലുണ്ട് 5. 100നെ 5 കൊണ്ട് ഭാഗിച്ച് വർഷം നമുക്ക് കിട്ടും 20 വർഷം. സെറ്റാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് അടുത്ത ചോദ്യം. കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയി ഈ ചോദ്യം വന്നേക്കാണ്. 1 രൂപ സാധാരണ പലിശ രീതിയിൽ 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. അത് 4 രൂപയാവാൻ എത്ര വർഷം എടുക്കും എന്നതാണ് ചോദ്യം. മക്കളെ, ഇവിടെ 1 രൂപ നിക്ഷേപിച്ചു, അത് 4 രൂപയായി. അതിന് എത്ര വർഷം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. n is equal to 100 into I divided by PR. ഇവിടെ I എന്ന് പറയുന്നത് 1 രൂപ ഇട്ടു 4 രൂപയായപ്പോൾ ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് 3 രൂപയാണ്. ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ടൊന്നും പോവാതെ സിമ്പിളായി ഒന്ന് ആലോചിച്ച് നോക്ക്. 1 രൂപ സാധാരണ പലിശ രീതിയിൽ 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. അത് 4 രൂപയായി. മക്കളെ, 1 രൂപ 4 രൂപയാകുമ്പോ മക്കളെ 4 മടങ്ങായി. ആലോചിക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡയറക്റ്റ് വേണേ ചെയ്യാം, അല്ലാതെ കണക്ട് ചെയ്യൂ. 1 രൂപ 2 രൂപയായാൽ ഇരട്ടിയായി. 1 രൂപ 3 രൂപയായാൽ 3 മടങ്ങായി. 1 രൂപ 4 രൂപയായാൽ 4 മടങ്ങായി. 1 രൂപ 5 രൂപയായാൽ 5 മടങ്ങായി. ഇവിടെ 1 രൂപ 4 രൂപയായി. മക്കളെ, 1 രൂപ 4 രൂപയാവുമ്പോഴേ ഉറപ്പിച്ചോണം 4 മടങ്ങായി. 4 മടങ്ങാവുമ്പോ നമ്പർ 300. 6 എന്ന് പറയുന്നത് 100/n. 300/n. n എന്ന് പറയുന്നത് 300/6. ഇവിടെ എത്ര വർഷമെടുക്കും എന്നതാണ് ചോദ്യം. വർഷത്തിന്റെ ചോദ്യമാണോ? n കാണാൻ 300/6. 300/6. 6 എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് 5. 300നെ 5 കൊണ്ട് ഭാഗിക്കും. 300നെ 5 കൊണ്ട് ഭാഗിച്ചു നോക്ക്. നമുക്ക് പറയാം 60 വർഷം. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, ഇവിടെ 1 രൂപ എന്ന് പറയുന്ന സാധനം 4 രൂപയായി. 1 രൂപ 4 രൂപയാകുമ്പോൾ 1 രൂപ എന്ന് പറയുന്നത് 4ലേക്ക് മാറി 4 മടങ്ങായി. 4 മടങ്ങാവുമ്പോൾ 300/6. 300/n. ഇവിടെ വർഷമാ ചോദിച്ചേ. n ചോദിച്ചു. 300/6. 5 ഇട്ടുകൊടുത്തു. നമുക്ക് പറയാം 60 വർഷം എന്ന് കിട്ടും. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് കയ്യിൽ നിന്ന് ചെയ്യാം. ശ്രദ്ധിക്കുക. ചോദ്യം വായിച്ച് എന്നോടൊപ്പം തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. ഒരു നിശ്ചിത തുക സാധാരണ പലിശ രീതിയിൽ 8 വർഷം കൊണ്ട് 3 മടങ്ങാകുന്നു. ഒന്നുകൂടെ പറയുന്നു. ഒരു നിശ്ചിത തുക സാധാരണ പലിശ രീതിയിൽ 8 വർഷം കൊണ്ട് 3 മടങ്ങാവുന്നു. പലിശ നിരക്ക് എത്ര? ഒന്നുകൂടെ പറയുന്നു. പലിശ നിരക്ക് എത്ര? മക്കളെ, ഒരു തുക സാധാരണ പലിശ രീതിയിൽ ഇരട്ടിയായാൽ 100. 3 മടങ്ങായി ഇവിടെ. അത് എന്തു തുകയുമായിക്കോട്ടെ. 3 മടങ്ങിന്റെ നമ്പർ 200. n ചോദിച്ചാൽ 200/6. 6 ചോദിച്ചാൽ 200/n. ഇവിടെ ഒരു തുക 3 മടങ്ങായി. അത് എന്തു തുകയുമായിക്കോട്ടെ. ചിലപ്പോ തുക തരും, ചിലപ്പോ തരത്തില്ല. തന്നാലും തന്നില്ലേലും 3 മടങ്ങായി എന്ന് നമുക്ക് ഉറപ്പുണ്ടേ. ഇവിടെ 6 കാണണ്ടേ. 200/n. 200/n എന്ന് പറഞ്ഞാൽ വർഷം. 8 വർഷം ക്വസ്റ്റ്യനിലുണ്ട്. 200നെ 8 കൊണ്ട് ഭാഗിച്ചു നോക്ക്. 4 വെച്ച് ഭാഗിക്കാം, അല്ലാതെയും ഭാഗിക്കാം. 8 കൊണ്ട് ഭാഗിച്ചു നോക്ക്. നമുക്ക് പറയാൻ കഴിയും 25% നമ്മുടെ ഉത്തരം. സെറ്റാണ്. മുമ്പോട്ട് വാ. അത്രത്തോളം റിപ്പീറ്റ് വന്ന ഒരു മോഡലും ടൈപ്പുമാണ്. നമുക്ക് ഒരു വട്ടം ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു തുക ഇരട്ടിയായി. ഇരട്ടിയുടെ നമ്പർ 100. പലിശ എടുക്കും 100. അപ്പൊ 6 എന്ന് പറയുന്നത് 100/n. n എന്ന് പറയുന്നത് 100/6. ഒരു തുക 3 മടങ്ങായി. 200. 3 മടങ്ങിന്റെ നമ്പർ. 6 എന്ന് പറയുന്നത് 200/n. n എന്ന് പറയുന്നത് 200/6. 4 മടങ്ങായി. 4 മടങ്ങിന്റെ നമ്പർ 300. 6 എന്ന് പറയുന്നത് 300/n. n എന്ന് പറയുന്നത് 300/6.
6 പലിശ നിരക്ക് ചോദിച്ചാൽ n വർഷം അടിയിൽ കൊടുക്കുക. n വർഷം ചോദിച്ചാൽ 6 പലിശ നിരക്ക് അടിയിൽ കൊടുക്കുക, സെറ്റ് ആവുക. സിമ്പിൾ സാധനമല്ലേ? അപ്പോ അടുത്ത ടൈപ്പിലോട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. 2021 ഒരു 12th പ്രിലിംസിനും ഈ ചോദ്യം വന്നു, 12th മെയിൻസിനും വന്നിട്ടുണ്ട് ഈ മോഡൽ ചോദ്യം. ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ എന്തോ പറഞ്ഞേ, 1 മാസം 1 രൂപയ്ക്ക് 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതാണ് ചോദ്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യം നിങ്ങൾ കൃത്യമായി ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ടാൽ നല്ലതായിരിക്കും, മുമ്പോട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും. മക്കളെ, 1 രൂപയ്ക്ക് കേട്ടോണം, 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 12%. ഒന്നുകൂടെ, 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 12%. ഇനി എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ഇനി 1 രൂപയ്ക്ക് 1 മാസം 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 24%. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 36%. ഏകദേശം ഒരു ധാരണയുണ്ട്, 12ന്റെ മൾട്ടിപ്പിളായിട്ടായി സാധനം പോകുന്നത്. 1 രൂപയ്ക്ക് 1 മാസം 4 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 48%. അപ്പൊ 5 പൈസയാണ് പലിശ നിരക്ക് 60%. ഇങ്ങനെ പോകും. 6 പൈസയാണ് 72%. ഇങ്ങനെ പോകും. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ചിന്തിക്കും, എടാ ഇതെന്തോ, ഇതിന്റെ ലോജിക്ക് എന്തോ? അതായത് 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. ആണോ? 100 പൈസക്ക്, രണ്ടും നമ്മൾ അങ്ങ് പൈസയിലേക്ക് മാറ്റി. 100 പൈസക്ക് 1 പൈസയാണ് 1 മാസത്തെ പലിശ. 1 പൈസ 1 മാസം. അപ്പൊ 1 വർഷം 12 പൈസ പലിശ കിട്ടും. ആലോചിച്ച് നോക്കി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കാതെ എങ്ങനെയാടാ? എടാ, 1 മാസം 1 പൈസ. അപ്പൊ 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമുണ്ട്. 1 മാസം 1 പൈസയാണ്. 12 മാസം നോക്കുമ്പോ 12 പൈസ കിട്ടും. ആണോ? അപ്പൊ 100 പൈസക്ക് 12 പൈസയാണ് 1 വർഷത്തെ പലിശ. അപ്പൊ പലിശ നിരക്ക് കാണാൻ 12/100 × 100. അതായത് 100ക്ക് 12 എന്ന് പറയും. അതായത് 100 പൈസക്ക് 12 പൈസയാണ് 1 വർഷത്തെ പലിശ. അപ്പൊ 100ന് 12 കിട്ടിയാൽ തന്നെ വിവരമുള്ള എല്ലാവരും ചിന്തിക്കും, 100ന് 12 അല്ലേ, 12%. ആലോചിച്ച് നോക്ക്. അല്ലെ പലിശ നിരക്ക് കാണാൻ 12/100 × 100. 100ന് 12, അതിനെ ശതമാനമാക്കും. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 12%. ഒന്നുകൂടെ, 1 രൂപയ്ക്ക്, അതായത് 100 പൈസക്ക് 1 മാസം 1 പൈസ പലിശ കിട്ടും. 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസ. 100 പൈസക്ക് 1 പൈസ പലിശ. അപ്പൊ 1 വർഷം 100 പൈസക്ക് 1 മാസം 1 പൈസ. അപ്പൊ 12 മാസം 12 പൈസ. 100ക്ക് 12. 100ക്ക് 12 ആണ് ഇവിടുത്തെ പലിശ നിരക്ക്. 100ന് 12 കിട്ടിയ പലിശ നിരക്ക് 12%. ഇങ്ങനെയാണ് ഈ സാധനം എഴുതി. ഇനി 2 പൈസയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 100 പൈസക്ക് 1 മാസം 2 പൈസ. അപ്പൊ 1 വർഷം എന്ന് പറയുമ്പോൾ 12 മാസമുണ്ട്. 1 മാസം 2 പൈസയാണ്. 12 മാസം 12 × 2 24 പൈസ. 100 പൈസക്ക് 1 മാസം 24 പൈസ. 100ക്ക് 24. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്കെന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയും 24% എന്ന് മനസ്സിലാവും. അതുകൊണ്ടാ ഇതെല്ലാം 12ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. ഇതാണ് ഇത് വന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ പിന്നിലുള്ള സ്റ്റെപ്പ്. ഇത് പരീക്ഷാ ഹാളിൽ ഇരുന്ന്
നമുക്കിങ്ങനെ ഇരുന്ന് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കുക. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 12%. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 24%. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 36, 12ന്റെ അടുത്തത് 36%. 4 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 48%. 5 പൈസയാണ് 60%. അങ്ങനെ പോകും. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ. 1 രൂപയ്ക്ക് 1 മാസം 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസയാണ് പലിശയെങ്കിൽ, അങ്ങനത്തെ പൈസ ഒന്നും ഇപ്പൊ കാണാനേ ഇല്ല, എന്നാലും 1/2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 6%. എന്തുവാ? 6. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തുവാ, എടാ 1 പൈസക്ക് 12%. അപ്പൊ 1/2 പൈസ എന്ന് പറയുമ്പോൾ 1 പൈസ ഇല്ല, 1 പൈസയുടെ പകുതിയേ ഉള്ളൂ. 1 പൈസക്ക് 12, അപ്പൊ 1/2 പൈസക്ക് അതിന്റെ പകുതി 6. കണ്ടോ? ഇത്രയും ഒന്ന് പഠിച്ചു വെച്ചാൽ മുമ്പോട്ട് പലയിടത്തും നമുക്ക് ആവശ്യം വരും. ഒന്നുകൂടെ നമുക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ക്ലാസ് കേൾക്കുന്നവര് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കെ. 1 മാസം 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ 12%. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ പലിശ 24%. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസ പലിശ 36%. 1 രൂപയ്ക്ക് 1 മാസം 4 പൈസ പലിശ 48%. എന്നാൽ 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസ പലിശ 1 പൈസക്ക് 12 ആണ്, 1/2 പൈസക്ക് 6%. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതാണ് ചോദ്യം. 1 മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ, ഇനി ഇത്തരം ചോദ്യം വന്ന കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം, എടാ 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ, 1 പൈസയാണ് 12%, 2 പൈസയാണ് എവിടെ 24%. ഇപ്പോഴാണ് നിങ്ങൾ ആ പരീക്ഷ എഴുതുന്നെങ്കിൽ 1 സെക്കൻഡിൽ നിങ്ങൾക്ക് പറയാം 24%. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ പലിശ, 1 പൈസക്ക് 12, 2 പൈസക്ക് 24. സെറ്റാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കുറച്ചുകൂടെ വലിയ ചോദ്യം. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസയാണ് പലിശ. ഓക്കെ. അതേ നിരക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എത്ര എന്നതാണ് ചോദ്യം. കണ്ടോ? അപ്പൊ ഇത് കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇത്രയും ഒന്ന് വായിക്കുക. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസയാണ് പലിശ എന്ന് പറയുമ്പോഴേ ഉറപ്പിച്ചോണം, എടേ ഇവിടുത്തെ പലിശ നിരക്ക് 36%. 36% എന്ന് മര്യാദയ്ക്ക് വന്ന് മൂക്കെ തൊട്ടാ മതി. അവരൊന്ന് വളച്ചു തൊട്ടുന്നേ ഉള്ളൂ. ഇവിടുത്തെ പലിശ നിരക്ക് 36%. കാര്യം 1 രൂപയ്ക്ക് 1 മാസം 3 പൈസ, 1 പൈസക്ക് 12, 2 പൈസക്ക് 24, 3 പൈസക്ക്. ഇനി എന്താ വന്നേക്കുന്നത്? അതേ നിരക്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ. 2 രീതിയിലും ചെയ്യാം മക്കളെ. ഇവിടെ 1 കൊല്ലത്തെ പലിശ, ഇവിടുത്തെ മുതൽ എപ്പോഴും 100%. ഇവിടെ 1 കൊല്ലത്തെ പലിശ 36%. 2 കൊല്ലത്തെ പലിശ എന്ന് പറയുന്നത് 72%. മുതൽ 100%, പലിശ 72%, മുതലും പലിശയൂടെ ചേർത്ത് പിള്ളാരെ 172%. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിലേതേലും തരും, ഏതേലും ചോദിക്കും. മുതൽ തന്നു 1 ലക്ഷം. ഇപ്പോഴേ നമുക്ക് മനസ്സിലായി മുതൽ 100%, അത് തന്നു 1 ലക്ഷം. നമുക്ക് പലിശ കാണണം. പലിശ 72%. അത് എത്രാടാവേ എന്നതാണ് ചോദ്യം. ആണ് ഈ സാധനം നേരെ ക്രോസ് ചെയ്യാൻ. 100 1 ലക്ഷമാണ്, 72 എത്ര എന്നതാണ് ചോദ്യം. 72 ഗുണം 1 ലക്ഷം ഡിവൈഡഡ് ബൈ 100. ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. 72 ഗുണം 100, നമ്മുടെ ഉത്തരം 72,000. 72,000 സൂക്ഷിച്ചു നോക്കൂ ഉണ്ണി, ഉത്തരമില്ല. 72,000 എവിടെയുമില്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഉത്തരമില്ല. അല്ലേ തന്നെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം
എടാ 100 1 ലക്ഷമാണ്, 72 എന്ന് പറയുന്നത് 72% എന്ന് പറയുന്നത് 72,000. കാണുമ്പോഴേ പറയാനില്ല. ഇനി അല്ലേ തന്നെ 100 1 ലക്ഷം ആവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേ 1000 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 72,000 എന്ന് കിട്ടും. ഉത്തരമില്ല. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസ പലിശ, കണ്ണും പൂട്ടി എഴുതി. പലിശ നിരക്ക് 36%. നമുക്കിവിടുത്തെ സാധാരണ പലിശ കാണണം. മക്കളെ, നമുക്കറിയാം മുതൽ എപ്പോഴും 100%. 2 വർഷത്തേതാ, 2 വർഷം ക്വസ്റ്റ്യനിലുണ്ട്. ഇവിടെ 1 കൊല്ലത്തെ പലിശയാണ് 36%. അപ്പൊ 2 കൊല്ലത്തെ പലിശ 2 36 72%. മുതൽ 100%, പലിശ 72%, മുതലും പലിശയോടെ ചേർത്ത് 172. ഏതേലും തരും. മുതൽ തന്നു. അപ്പൊ 100% 1 ലക്ഷം. പലിശ കാണണം. 72% കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്യാം, ഉത്തരം കിട്ടും. ഇനി അതല്ല, മറ്റേ പലിശയുടെ ഇക്വേഷൻ I = PNR / 100ന്റെ അകത്തും പലിശയുടെ ഇക്വേഷൻ ഇട്ടാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പി എന്ന് പറയുന്നത് മുതല്, N വർഷം, 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 36 ഇട്ടാലും ഉത്തരം കിട്ടും. ഞാൻ 2 രീതിയിലും പറയാം. ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണ് അടുത്ത ചോദ്യം. 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസയാണ് പലിശ. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എടാ 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസ പലിശ. പലിശ നിരക്ക് 6%. അത് മര്യാദയ്ക്ക് വന്ന് തൊട്ടാൽ മതി, വളച്ച് തൊട്ടുവെന്നേ ഉള്ളൂ. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശയെങ്കിൽ 12%. 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസ എന്ന് പറയുമ്പോൾ 12ന്റെ പകുതി 6%. ഇനി ഇവനെ നമുക്ക് വേണ്ട, നമ്മൾ അതിനകത്തുനിന്ന് വേണ്ടിയ കാര്യം എടുത്തു. 6% പലിശ നിരക്ക്. ഇനി അതേ നിരക്കിൽ 250 രൂപയ്ക്ക് 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ സാധാരണ പലിശയായി എത്ര രൂപ കിട്ടും? അപ്പൊ ഇത് ഞാൻ ഇക്വേഷൻ വെച്ചും ചെയ്ത് കാണിക്കാം. സാധാരണ പലിശയാണ് കാണേണ്ടി. I = PNR / 100. ഇവിടെ പി എന്ന് പറയുന്നത് മക്കളെ മുതല് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു 250. N എന്ന് പറയുന്നത് മക്കളെ വർഷം, ക്വസ്റ്റ്യനിലുണ്ട് 5. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ കണ്ടുപിടിച്ചു 6 / 100. ഇത് പോയി. ഇനി 5 5 ഈ 5 10, 5ന്റെ 2 കൂടെ വെട്ടിയ 5 10 കൂടെ വെട്ടി 5 വെച്ച് 1 2 2 ഇത് 3, 25 × 3. നമ്മുടെ ഉത്തരം 75. 75 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി അതല്ല, ഇങ്ങനെ വേണേലും മുമ്പേ ചെയ്ത പോലെ ചെയ്യാം. മുതൽ 100% എപ്പോഴും. ഇവിടെ 1 കൊല്ലത്തെ പലിശ 6%. അപ്പോ 5 കൊല്ലത്തെ പലിശ 6 × 5 30%. മുതൽ 100%, പലിശ 30%, മുതലും പലിശയൂടെ ചേർത്ത് 130%. ഇവിടെ നമുക്ക് മുതൽ അറിയാം 250. 100% മുതലിന് നേരെ നമ്മൾ എഴുതും 250. പലിശയായ 30% എത്രന്ന് കണ്ടുപിടിച്ചാലും ഉത്തരത്തിലേക്ക് നമുക്ക് വരാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണ്. നമ്മൾ 2ഉം നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് ഈ 2ഉം പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സൗകര്യം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ഇതാണ്. അടുത്ത ചോദ്യം. ഇത് SCERT ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യമാണ്. ജോണി ഒരു ബാങ്കിൽ 60,000 രൂപ നിക്ഷേപിച്ചു. ആയിക്കോട്ടെ. ബാങ്ക് 1 രൂപയ്ക്ക് മാസത്തിൽ 1 പൈസയാണ് പലിശ നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ ജോണിക്ക് തിരികെ ലഭിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ. ജോണി എന്ന് പറയുന്ന ആള് 60,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. എത്രയാ? 60,000. ഓക്കെ. ഇനി ഈ ബാങ്ക് 1 രൂപയ്ക്ക് മാസത്തിൽ 1 പൈസ പലിശ തരും. അവിടെ വെച്ച് തന്നെ നമ്മൾ എഴുതണം 1 രൂപയ്ക്ക് മാസത്തിൽ എന്ന് പറഞ്ഞാൽ 1 മാസം 1 പൈസ. എടാ 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് മക്കളെ 12%. ഇങ്ങനെ ഇട്ട ആള് 1 വർഷം കഴിയുമ്പോൾ എന്ത് ലഭിക്കുമെന്നാ ചോദിച്ചു. ഞാൻ 2 രീതിയിലും പറയാം. മക്കളെ, ജോണി ഇട്ട പൈസ മുതല് എപ്പോഴും 100%. ഇനി ജോണിക്ക് ഇവിടെ 1 വർഷം കിട്ടുന്ന പലിശ 12%.
അപ്പൊ ജോണിക്ക് 2 വർഷം, ഇവിടെ 2 വർഷത്തേക്കിന് ക്വസ്റ്റ്യൻ 2 വർഷത്തേക്കിന് ജോണിക്ക് 2 വർഷം കിട്ടുന്ന പലിശ 24%. മുതൽ 100%, പലിശ 24%, മുതലും പലിശയൂടെ ചേർത്ത് 124%. ഓക്കെ ഓക്കെ ഓക്കെ. മുതൽ 100%, പലിശ 24%, മുതലും പലിശയോടെ ചേർത്ത് 124. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തേലും തരും, എന്തേലും ചോദിക്കും. മുതൽ അറിയാം 60,000. അപ്പൊ 100% മുതല് നമുക്കറിയാം 60,000. പലിശ എത്ര എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മൾ 24% കണ്ടുപിടിക്കും. ഇവിടെ നമ്മളോട് എത്ര രൂപ മുഴുവൻ ലഭിക്കുമെന്നാ ചോദിച്ചേ. മുഴുവൻ ലഭിക്കുന്ന തുക 124%. അത് എത്രടാ എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. 100% 60,000 ആണെങ്കിൽ 124% എത്ര? ക്രോസ് 124 ഗുണം 60,000 ഡിവൈഡഡ് ബൈ 100. 2 എണ്ണം ഉള്ളത് മുകളിലും 1 എണ്ണം ഉള്ളത് താഴെ. ഇത് പോയി 124 ഗുണം 6 ചെയ്യുക. 124 ഗുണം 6 എന്ന് പറഞ്ഞാൽ 744 പിന്നെ ഈ 2 പൂജ്യോടെ ചേർത്ത് നമുക്ക് പറയാൻ കഴിയും 74,400 മുഴുവൻ കിട്ടുന്ന തുക. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഈ മെത്തേഡ് ഒന്നുകൂടെ പറയുന്നു. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ പലിശ നിരക്ക് 12%, മുതൽ 100%, 1 വർഷത്തെ പലിശ 12%, 2 വർഷത്തെ പലിശ 24%, മുതലും പലിശയൂടെ ചേർത്ത് 124%. നമ്മളോട് മുതൽ പറയുന്നു 60,000. അപ്പൊ 100% മുതൽ 60,000, 124% മുഴുവൻ തുക കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഈ രീതി വേണേലും ചെയ്യാം. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശ. അപ്പോഴേ ഓർത്തോണം പലിശ നിരക്ക് 12%. നമുക്ക് ജോണിക്ക് മുഴുവൻ കിട്ടുന്ന തുകയാ കാണണ്ടേ. അപ്പൊ ജോണിക്ക് ആദ്യം കിട്ടുന്ന പലിശ കണ്ടുപിടിക്കാം. സാധാരണ പലിശ കാണാൻ I is equal to PNR divided by 100. P എന്ന് പറയുന്നത് 60,000 ഇൻറ്റു N എന്ന് പറയുന്നത് ക്വസ്റ്റിന് 2 വർഷം, 6 നമ്മൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോൾ ജോണിക്ക് കിട്ടുന്ന പലിശ നമുക്ക് മനസ്സിലായി 14,400. ജോണിക്ക് എത്ര രൂപ പലിശ കിട്ടും എന്നതാണ് ചോദ്യമെങ്കിൽ 14,400. നമ്മളോട് ചോദിച്ചേക്കുന്നു ജോണിക്ക് തിരികെ കിട്ടുന്ന മുഴുവൻ തുക. മുഴുവൻ 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ? തിരികെ 2 കൊല്ലം കഴിയുമ്പോൾ ജോണി ഇട്ട 60,000 കിട്ടും. പിന്നെ ഈ 14,400 ചേർത്ത് മുതലും പലിശയൂടെ ചേർത്ത് ഇത് 2 കൂടെ കൂട്ടി 74,400 എന്ന ഉത്തരത്തിലേക്ക് ഇങ്ങനെ വേണേലും വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ, പലിശ നിരക്ക് 12%. 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ പലിശ, പലിശ നിരക്ക് 24%. 1 രൂപയ്ക്ക് 1 മാസം 3 പൈസ പലിശ, പലിശ നിരക്ക് 36%. 1 രൂപയ്ക്ക് 1 മാസം 4 പൈസ പലിശ, പലിശ നിരക്ക് 48. ഇനി കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയി. 1 രൂപയ്ക്ക് 1 മാസം 1/2 പൈസ പലിശ, 1 പൈസക്ക് 12, 1/2 പൈസക്ക് അതിന്റെ പകുതി 6%. സെറ്റാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടുത്ത ടൈപ്പിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്. 1-ാം വർഷം 11%, 2-ാം വർഷം 3%, 3-ാം വർഷം 6% നിരക്കിൽ 450 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എത്ര എന്നതാണ് ചോദ്യം. കണ്ടോ, ഇവിടെ പലിശ നിരക്ക് ഓരോ വർഷവും സാധാരണ പലിശയിൽ ഓരോന്നാണ്. ആലോചിച്ച്. ആദ്യത്തെ വർഷം 11%, 2-ാമത്തെ വർഷം 3%, 3-ാമത്തെ വർഷം 6%. ഇങ്ങനെ പോവുകയാണ്. ഓക്കെ മക്കളെ, ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനൊരു 2 സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു 2 സ്റ്റെപ്പ് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പതിപ്പിക്കുക. ഓരോ വർഷവും പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാധാരണ പലിശയുടെ ചോദ്യമാണെങ്കിൽ ഒരു 2 സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പറയാവേ.
നമ്മൾ ആദ്യം ഇവിടുത്തെ പലിശ നിരക്കുകളെല്ലാം കൂടെ അങ്ങ് കൂട്ടുക. ഒന്നാം വർഷം 11%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 6%. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 11, 3, 6 കൂടെ കൂട്ടി 11, 3, 14, 14, 6, 20%. ഇവിടുത്തെ പലിശ നിരക്കെന്ന് പറഞ്ഞാൽ 20%. ഇനി ഇവിടെ ഓരോ വർഷവും ഓരോ പലിശയാണ്. വാട്ടവർ നമ്മൾ ആ വർഷത്തെ ഒന്നൊന്ന് കൊടുക്കുക. എന്താ പലിശ നിരക്ക് 20%. ഓരോ വർഷവും ഓരോ പലിശയാണെങ്കിൽ നമ്മൾ വർഷത്തെ ഒന്നൊന്ന് കൊടുക്കുക. ഇനി ഒരു വർഷം 20% പലിശ നിരക്കിലുള്ള പലിശ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ പറയുന്നു, ഓരോ വർഷവും ഓരോ പലിശ നിരക്കാണെങ്കിൽ മക്കളെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ ഈ പലിശ നിരക്കെല്ലാം കൂടെ കൂട്ടുക. ഈ പലിശ നിരക്ക് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 20%. ഇനി വർഷത്തെ മക്കളെ ഒന്നൊന്ന് കൊടുക്കുക. വർഷത്തെ മക്കളെ ഒന്നുകൂടെ ഒന്നൊന്ന് കൊടുക്കുക. ഒരു വർഷം 20% പലിശ നിരക്കിൽ എത്ര രൂപ പലിശ കിട്ടും എന്നങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ ഐ പലിശയാണ് ചോദിച്ചേക്കുന്നത്. PNR ഡിവൈഡഡ് ബൈ 100. ഇവിടുത്തെ പി എന്ന് പറയുന്നത് മുതല് മക്കളെ 450. എൻ എന്ന് പറയുന്നത് വർഷം 1 നമ്മൾ കൊടുത്തു. 6 എന്ന് പറയുന്നത് മക്കളെ 20 ഡിവൈഡഡ് ബൈ 100. ഇത് പോയി 45 ഗുണം 2 90. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ 90. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കും, ഇവിടെ സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി, ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്തോ. മക്കളെ നമ്മൾ സാധാരണ പലിശയുടെ ആദ്യം മുതലേ പറയുന്നുണ്ട്, സാധാരണ പലിശ എല്ലാ കൊല്ലവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും മുതൽ ഇങ്ങനെ മാറുന്ന കാര്യമൊന്നുമില്ല. ഈ വർഷം 8, അടുത്ത വർഷം 8, അടുത്ത വർഷം 8, അങ്ങനെയാ പോകുന്നത്. ഇവിടെ നോക്ക്, 450 രൂപയ്ക്ക് ആദ്യത്തെ കൊല്ലം 11%. അപ്പം 450ന്റെ 11% കാണണം. മുതൽ മാറത്തില്ല. അടുത്ത വർഷം 450 രൂപയ്ക്ക് 3% പലിശ. അപ്പം മുതൽ 450 അതിന്റെ 3% അടുത്ത വർഷം. അടുത്ത വർഷം 450 രൂപയ്ക്ക് 6% പലിശ. മുതൽ 450 അതിന്റെ 6%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുതൽ എല്ലാ കൊല്ലവും സെയിമാണ്. ആദ്യം അതിന് 11% പലിശ കിട്ടി, അടുത്ത വർഷം അതിന് 3% പലിശ കിട്ടി, അടുത്ത വർഷം അതിന് 6% പലിശ കിട്ടി. ബലത്തി 450 രൂപയ്ക്ക് ആദ്യം ഒരു 11, പിന്നെ ഒരു 3, പിന്നെ ഒരു 6, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഓരോ കൊല്ലങ്ങളായി, 1-ാം കൊല്ലം, 2-ാം കൊല്ലം, 3-ാം കൊല്ലങ്ങളായി 20% പലിശ കിട്ടി. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇത് നീ സെപ്പറേറ്റ് ചെയ്യണ്ട, മൊത്തം കൂടെ എത്ര ശതമാനം പലിശ കിട്ടുമെന്ന് നോക്കുക. 450 ആദ്യം 11 1-ാം വർഷം, മുതൽ 450 തന്നെ, പിന്നെ 3 2-ാം കൊല്ലം, പിന്നെ 6 3-ാം കൊല്ലം. മുതൽ എപ്പോഴും ഒന്ന് തന്നെയാണ്. ഒന്ന് ബലത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 വർഷമായിട്ട് 20% പലിശ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യുക. ആ 11, 3, 6 ചേർത്ത് ഒരു കൊല്ലം 20% എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യവും പ്രത്യേകം ഓരോ വർഷത്തെ നോക്കണ്ട. ഇങ്ങനെ പലിശ നിരക്കും മക്കളെ ഒന്നുകൂടെ പറയാം. പലിശ നിരക്ക് ഓരോ വർഷവും ഓരോന്നാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലോടെ കൂട്ടി എഴുതുക. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 20%. വർഷം മക്കളെ ഒന്നായിട്ട് കൊടുക്കുക. ഈ കിട്ടുന്നത് എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. ഒന്നുകിൽ I = PNR ഡിവൈഡഡ് ബൈ 100. മുതലെന്ന് പറയുന്നത് 450, എന്നിന്റെ സ്ഥാനത്ത് ഒരു വർഷം, 6 എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്ത് നോക്കുക, നമ്മുടെ ഉത്തരം 90. ഇനി അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. മുതൽ 100% ഒരു വർഷത്തെ പലിശ 20%. 100% 450, 20% എന്ന് പറയുന്നത് ക്രോസ് ചെയ്ത് നോക്കിയാലും ഈ പറയുന്ന 90 തന്നെ കിട്ടും. അടുത്ത ചോദ്യം. ആദ്യ വർഷം 7%, 2-ാം വർഷം 5%, 3-ാം വർഷം 9%,
നാലാം വർഷം 4% പലിശ നിരക്കിൽ 20,000 രൂപയ്ക്ക് 4 വർഷത്തെ സാധാരണ പലിശ എത്ര? മക്കളെ, ഓരോ വർഷവും ഓരോ പലിശയാണെങ്കിൽ മൊത്തത്തിലുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇതെല്ലോടെ കൂട്ടുക. 7, 5, 9, 4 ഇതെല്ലോടെ കൂട്ടുമ്പോൾ 12, 9, 27, 5, 12, 12, 9, 21, 21, 4, 25%. മക്കളെ, വർഷത്തെ 1 കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്ക് 25%. ഇവിടുത്തെ വർഷം എന്ന് പറയുന്നത് 1 സെറ്റ്. ഇനി നമുക്ക് ഇവിടുത്തെ പലിശ നിരക്കാണ് പലിശയാണ് കാണണ്ടേ. പല രീതി ചെയ്യാം. പലിശ കാണാൻ I is equal to PNR divided by 100 ഉപയോഗിക്കാം. P എന്ന് പറയുന്നത് മുതല് 20,000, N എന്ന് പറയുന്നത് വർഷം, R എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 100. ഇത് പോയി 25 ഗുണം 2 50 പിന്നെ 2 പൂജ്യോടെ ചേർത്ത് നമുക്ക് പറയാം 5000. ഇനി അതല്ല, ഈക്വേഷൻ ഉപയോഗിക്കുന്നില്ല, അല്ലാതെ വേണേലും ചെയ്യാം. മുതലെന്ന് പറയുന്നത് 100%, 1 കൊല്ലത്തെ പലിശ 25%. നമുക്കിവിടെ 1 കൊല്ലമാ വേണ്ടിയത്, അത് മതി. മുതൽ നമ്മുടെ കയ്യിലുണ്ട് 20,000. 25% എത്രന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഉത്തരം വീഴും. അല്ലേ തന്നെ അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾക്കറിയാം, 20,000 രൂപയ്ക്ക് 1 കൊല്ലത്തെ പലിശ 25%, 20,000ന്റെ 25% കണ്ടാലും മതി. ഓക്കെ ആണ്. അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യം പല പലിശകൾ ഓരോ വർഷമാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ കണ്ണും പൂട്ടി പലിശകളെല്ലോടെ കൂട്ടുക, വർഷത്തിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. മക്കളെ, ഈ ടൈപ്പിന്റെ ഒരു ചോദ്യം കൂടെ. 1-ാം വർഷം 6%, 2-ാം വർഷം 4%, 3-ാം വർഷം 2% നിരക്കിൽ 6,000 രൂപയ്ക്ക് 3 വർഷത്തെ പലിശ എത്ര? മക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞു, ഓരോ വർഷവും ഓരോ പലിശ നിരക്കാണെങ്കിൽ നിങ്ങൾ പലിശ നിരക്കെല്ലോടെ കൂട്ടുക. പലിശ നിരക്കെല്ലോടെ കൂട്ടുമ്പോൾ 6ഉം 4ഉം 10ഉം 2ഉം 12%. അപ്പൊ ഇവിടുത്തെ 6 12% എടുക്കുക. ഇത്തരം ചോദ്യങ്ങളിലെല്ലാം വർഷം 1 കൊടുക്കുക. വർഷം 1 കൊടുക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാ? മക്കളെ, സാധാരണ പലിശ എല്ലാ കൊല്ലവും 1 തന്നെയാണ്. അപ്പൊ 6,000 രൂപയ്ക്ക് 6% കണ്ടുപിടിക്കും, 6,000 രൂപയ്ക്ക് 4% കണ്ടുപിടിക്കും, 6,000 രൂപയ്ക്ക് 2% സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് 1 വർഷം 12% ഇതിന് പലിശ കിട്ടും. ഈ ഓരോ പ്രാവശ്യം കാണുന്നതിനേക്കാളും നല്ലത് 1 വർഷം 12% പലിശ നിരക്കിൽ എത്ര കിട്ടുമോ അതാണ് പലിശ. അപ്പൊ ഓർത്തു വെച്ചോളുക, ഓരോ വർഷവും ഓരോ പലിശ നിരക്കാണ്. പലിശ നിരക്കെല്ലോടെ കൂട്ടി 12%. വർഷം നമ്മൾ ഇവിടെ 1 കൊടുക്കുക. ഇനി നമുക്കിവിടെ പലിശ കാണണം. പലിശ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, PNR ഡിവൈഡഡ് ബൈ 100 ആണ്. P എന്ന് പറയുന്നത് മുതല് 6,000, N എന്ന് പറയുന്നത് വർഷം, വർഷത്തിന്റെ സ്ഥാനത്ത് 1, R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12 ഡിവൈഡഡ് ബൈ 100. പോയി 12 6 72 പൂജ്യോടെ ചേർത്ത് നമുക്ക് പറയാം 720 ഇവിടെ കിട്ടുന്ന സാധാരണ പലിശ, ഓപ്ഷൻ ഡി. അതല്ല, നമ്മൾ ചെയ്യുന്ന മെത്തേഡില് മുതൽ 100 എടുത്താൽ ഇവിടെ 1 വർഷത്തെ പലിശ 12%. നമുക്ക് 1 വർഷത്തെ പലിശ തന്നെയാ വേണ്ടിയത്, 12%. മുതലും പലിശയുടെ ചേർത്താണ് 112. ഇതിലേതേലും ഒരെണ്ണം നമുക്ക് തരും. മുതല് തന്നു, 100% മുതലുണ്ട് 6,000, 12% പലിശ എത്രാടാ എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലും ഈ പറയുന്ന 720 നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ 12% മൊത്തം കാണണ്ടേ, ഈ പറയുന്ന 6,000ന്റെ 12% കണ്ടുപിടിച്ചാലും ഈ പറയുന്ന 720 കിട്ടും. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ ഓരോ വർഷവും ഓരോ പലിശയാണെങ്കിൽ എഴുതി വെച്ചോളുക, പലിശ നിരക്ക് മൊത്തം കൂടെ കൂട്ടുക. ഇതാണ് പലിശ നിരക്ക്. ഇനി വർഷം എപ്പോഴും 1 കൊടുക്കുക. ഒന്നുകൂടെ പലിശ നിരക്ക് മൊത്തം കൂടെ കൂട്ടുക. വർഷം എപ്പോഴും 1 കൊടുക്കുക. സെറ്റ് ആവുക. ഇനി മക്കളെ, നമ്മുടെ ഇന്നത്തെ ടൈപ്പുകളൊക്കെ തീർന്നു. വളരെ ഡിഫറൻ്റ് ആയ 2 ചോദ്യങ്ങളൂടെ നമുക്ക് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.
വന്നാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള വളരെ ഡിഫറൻ്റ് ആയ 2 ചോദ്യം. ഇതാണ് ചോദ്യം. ജോൺ X% സാധാരണ പലിശയ്ക്ക് പി തുക ലാസറിന്റെ പക്കൽ നിന്നും വാങ്ങുന്നു. 5 വർഷം കഴിയുമ്പോൾ പലിശ P/2 ആയാൽ എക്സ് എത്ര ശതമാനം എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ജോൺ എന്ന് പറയുന്ന ആള് X% സാധാരണ പലിശയിൽ, ഇപ്പൊ പലിശ നിരക്ക് നമുക്ക് അറിയത്തില്ല, സാധാരണ പലിശയിൽ X% പലിശ നിരക്കിൽ പി എന്ന് പറയുന്ന തുക ലാസറിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു. പി എന്ന് പറയുന്ന ഒരു തുക 5 വർഷം കഴിയുമ്പോൾ പലിശ മാത്രം P/2 ആയി, P/2 ആയി പലിശ മാത്രം. എക്സ് എത്ര ശതമാനം? അതായത് ഇവിടുത്തെ പലിശ നിരക്ക് കാണാനാണ് പറയുന്നത്. മക്കളെ, പലിശ നിരക്ക് കാണാൻ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഡീറ്റെയിൽ ആയി പഠിപ്പിച്ചിട്ടുണ്ട്. 6 കാണാൻ വേറെ ഏത് വന്നാലും മോളിൽ 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള പിയും എന്നും താഴെ കൊടുക്കുക. 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള പിയും എന്നും താഴെ കൊടുക്കുക. ഇതാണ് 6 കാണാനുള്ള ഇക്വേഷൻ. 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള പിയും എന്നും താഴെ. ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ പി എന്ന് പറയുന്നത് മുതല് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു, അത് പി ആയിട്ട് എടുക്കുക, പി തുക. ഇനി എൻ എന്ന് പറയുന്നത് വർഷം, അത് ക്വസ്റ്റ്യനിലുണ്ട് 5. ഓക്കെ. ഇനി ഐ എന്ന് പറയുന്നത് പലിശ, അത് ക്വസ്റ്റ്യനിൽ പറയുന്നു P/2 ആണ്, മുതലിന്റെ പകുതി P/2. ഓക്കെ ആണ്. ഇനി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടാ മതി, പലിശ നിരക്ക് കിട്ടും. അപ്പൊ 100 × ഐയുടെ സ്ഥാനത്തും മക്കളെ P/2 ആ. P/2 വേണ്ട ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ഈ സാധനം തിരിച്ചു കൊണ്ടുവന്ന് വരുന്നതിനേക്കാളും നല്ലത് P/2ന്റെ P മുകളിലും 2 താഴെ എഴുതുന്ന നല്ലത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കാതെ എന്തുകൊണ്ടാണ്, എടാ ഇവിടെ P/2 എന്ന് എഴുതിയാലും ഈ സാധനം റെസിപ്രോക്കൽ എടുത്ത് തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വന്നാലും P മുകളിലും 2 താഴെയും വരും. അതുകൊണ്ട് P/4 ആണ്, P മുകളിൽ 2 താഴെ, താഴെ വരുന്ന നല്ല ലാസ്റ്റിൽ തിരിഞ്ഞു വന്നോളൂ. ഓക്കെ. ഇനി ഡിവൈഡഡ് P/2 എന്ന് എഴുതി ഇൻറ്റു PN എന്ന P അതുപോലെ എഴുതി, എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 5 എന്നും കൊടുത്തു. ഓക്കെ ആണ്. ഈ പിയും ഈ പിയുടെ വെട്ടിപ്പോവും, കാര്യം താഴെയും മേളിലും P ആണ്. 5 5 ഈ 5 10 20 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും 10%. എക്സ് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 10%. ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. മക്കളെ, ഇവിടെ ജോൺ X% സാധാരണ പലിശയ്ക്ക് വാങ്ങി. ഇപ്പൊ ജോണിന്റെ പലിശ നിരക്ക് X%. പി എന്ന് പറയുന്ന ഒരു തുക, ഇപ്പൊ മുതല് P ലാസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. 5 കൊല്ലം കഴിയുമ്പോൾ ജോണിന് പലിശ P/2 എന്ന് കിട്ടും. പി ആയിരുന്നു മുതല്, പലിശ P/2 എന്ന് കിട്ടും. എങ്കിൽ എക്സ് എത്ര ശതമാനം? അതായത് പലിശ നിരക്കാണ് കാണേണ്ടത്. പലിശ നിരക്ക് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100 × I. ഈ I ഒഴിച്ച് ബാക്കി I PNR / 100 ആണ്. ബാക്കി എന്ത് ചോദിച്ചാലും 100 × I എന്ന് മേളിൽ കൊടുക്കുക. 6 ബാക്കി ഒഴിച്ച് 6 ഒഴികെ ബാക്കി എന്നും പിയും എന്നും താഴെ. 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള പിയും എന്നും താഴെ. അപ്പൊ മക്കളെ, ഇവിടെ പി എന്ന് പറയുന്നത് മുതല് ക്വസ്റ്റ്യനിൽ പറയുന്നു, അത് പി ആയിട്ട് തന്നെ എടുക്കുക. എൻ എന്ന് പറയുന്നത് വർഷം, അത് ക്വസ്റ്റ്യനിലുണ്ട് 5. ഐ എന്ന് പറയുന്നത് പലിശ, പലിശ ക്വസ്റ്റ്യനിൽ പറയുന്നു P/2 എന്ന്. അതെടുത്ത് ഇക്വേഷനിൽ കൊടുത്തേ. 100 × ഐയുടെ സ്ഥാനത്ത് P/2 ആ. P/2 ഇവിടെ എഴുതി റെസിപ്രോക്കൽ എടുത്ത് തിരിഞ്ഞൊക്കെ വരുന്നതിനേക്കാളും നല്ലത് P/2ന്റെ P ഇവിടെയും 2 താഴെയും എഴുതുക. കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ലാസ്റ്റിൽ താഴെ വന്നോളൂ. അത് 100 × I എഴുതി, ബാക്കിയുള്ള പിയും എന്നും. പി തന്നെയാ, പി മുതല് തന്നെയാ, പി തന്നെയാ. എന്ന് നമുക്കറിയാം 5. 52 എന്നൊന്നും എഴുതരുത്. ഈ പിയും പിയുടെ വെട്ടി 5 100 കൂടെ വെട്ടിക്കഴിഞ്ഞ് മേളിൽ 20 താഴെ 1. 20നെ 2 കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം 10% സെറ്റാണ്.
ഇതേപോലെ അടുത്തൊരു ചോദ്യം, പണ്ട് 2003 വന്നതാ, പക്ഷെ നല്ലൊരു ചോദ്യം. എന്തോ, ഒരു നിശ്ചിത തുകയ്ക്ക് 10 വർഷത്തെ സാധാരണ പലിശ തുകയുടെ 2/5 ഭാഗമായാൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ചോദ്യം. അപ്പോ 10 വർഷത്തെ സാധാരണ പലിശ എന്ന് പറയുന്നത് തുകയുടെ 2/5 ഭാഗമാണ്. പലിശ നിരക്ക് കാണണം. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം പലിശ നിരക്ക് കാണാൻ 100 × I ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള എന്നും പിയും എന്നും താഴെ. ഒന്നുകൂടെ, പലിശ നിരക്ക് കാണാൻ 100 × I ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള പിയും എന്നും, അല്ലെ എന്നും പിയും താഴെ. ഇവിടെ പി എ നമുക്ക് മുതലിനെ നമുക്ക് പി ആയിട്ട് തന്നെ കൊടുക്കാം. മുതൽ പി. എൻ എന്ന് പറയുന്നത് വർഷം ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 10. ഇനി ഐ എന്ന് പറയുന്നത് തുകയുടെ 2/5 എന്നാ പറഞ്ഞ്. തുക പിയ, പിന്റെ 2/5 എന്ന് പറഞ്ഞാൽ 2/5 പി, അതായത് 2p/5. ഒന്നൂടെ, പലിശ എന്ന് പറയുന്നത് തുകയുടെ മുതലിന്റെ 2/5. മുതൽ പി ആണെങ്കിൽ അതിന്റെ 2/5 എന്ന് പറഞ്ഞാൽ 2/5 × പി, അതായത് 2p/5. ഓക്കെ ആണോ? ഇതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. 100 × I എന്ന് പറയുന്നത് 2p/5. 2/5 പി ആണ്. മുതൽ പി, പിന്റെ 2/5, 2/5 × പി എന്ന് പറഞ്ഞാൽ 2p/5. 2p/5 2p മേളിൽ എഴുതി 5 താഴെ എഴുതി. നീ എങ്ങനെ പോയാലും ഈ സാധനം തിരിഞ്ഞ് താഴെ വന്നോളൂ, നിങ്ങളത് പേടിക്കണ്ട. 100 × I എഴുതി, പി എന്ന് പറയുന്ന മുതൽ നമ്മൾ പി ആയിട്ട് തന്നെ എഴുതി, ഇൻറ്റു എൻ എന്ന് പറയുന്നത് വർഷം ക്വസ്റ്റ്യനിലുണ്ട് 10 എന്ന് എഴുതി. ഇനി ഇതങ്ങ് ചെയ്യാം. താഴെയും മേളിലും പി നമ്മൾ വെട്ടിക്കളഞ്ഞു, താഴെയും മേളിലും 0 നമ്മൾ വെട്ടിക്കളഞ്ഞു. 5 5, ഈ 5 10, 2 2 വെട്ടി നമ്മുടെ 4%. ഓപ്ഷൻ ബി. അപ്പൊ ഇവിടെ മക്കളെ, നമുക്ക് ഒരു വട്ടം കൂടെ ഈ സാധനം വളരെ ഡീറ്റെയിൽ ആയി ഒന്ന് ചെയ്യാം. ഇവിടെ എന്തുവാ പറയുന്നേ? ഒരു നിശ്ചിത തുകയ്ക്ക് 10 വർഷത്തെ സാധാരണ പലിശ തുകയുടെ 2/5 ഭാഗമായി പലിശ നിരക്ക് എത്ര? മക്കളെ, പലിശ നിരക്ക് 6 കാണണ്ടേ? 6 കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള പിയും എന്നും താഴെ. ഇനി ഇവിടേക്ക് വാ. ഒരു തുകയുടെ 10 വർഷത്തെ ആ തുക മുതലിനെ നമുക്ക് പ്രിൻസിപ്പളിനെ നമുക്ക് പി ആയിട്ട് തന്നെ എടുക്കാം. 10 വർഷത്തെ സാധാരണ പലിശയാ. അപ്പൊ എൻ എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യനിലുണ്ട് 10 വർഷം. ഈ സാധാരണ പലിശ തുകയുടെ 2/5 ഭാഗമായി. തുക എന്ന് പറയുന്നത് മുതൽ പിയാ. അപ്പൊ അവിടുത്തെ പലിശ എന്ന് പറയുന്നത് പിന്റെ 2/5. പിന്റെ 2/5 എന്ന് പറഞ്ഞാൽ മക്കളെ പി × 2/5, അല്ലെ 2/5 ഓഫ് പി. 2/5 ഓഫ് പി എന്ന് പറഞ്ഞാൽ 2/5 × പി, അല്ലെങ്കിൽ 2/5 ഓഫ് പി എന്ന്, അല്ലെ 3/4 ഓഫ് പി എന്ന് പറഞ്ഞാൽ 3/4 × പി. അതേപോലെ മുതൽ എന്താണോ പി, അതിന്റെ 2/5 ഭാഗമായി പലിശ. അപ്പൊ പലിശ ഐ എന്ന് പറയുന്നത് മുതൽ പിയ, തുക പിയ, അതിന്റെ 2/5, 2/5 × പി. ഇത് വെട്ടി കഴിയുമ്പോൾ എന്തായാലും പി മേളിൽ വരും. 2/5 × പി എന്ന് പറയുമ്പോൾ 2p/5, 2/5 × പി. അപ്പൊ 2p/5. അപ്പൊ നമുക്ക് മുതലായി, വർഷമായി, പലിശയായി. നമുക്ക് 6 കാണണ്ടേ? 100 × I, 100 × ഐയുടെ സ്ഥാനത്ത് 2p/5. 2p/5 2p നമ്മൾ മേളിൽ എഴുതും, 5 നമ്മൾ താഴെ എഴുതും. കാര്യം 2p/5 ഇവിടെ എഴുതി തിരിഞ്ഞു വന്നാൽ ഇങ്ങനൊക്കെ തന്നെ വരും ലാസ്റ്റ്. അപ്പൊ 100 × I എഴുതി, പി മുതൽ പി തന്നെ അതുപോലെ ഇൻറ്റു എൻ വർഷം നമ്മൾ എഴുതി 10. ഓക്കെ ആണ്. അപ്പോ ഒന്നുകൂടെ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിക്കുന്നു. 100 × I എന്ന് പറയുന്നത് 2p/5. 2p നമ്മൾ മേളിൽ എഴുതി, 5 താഴെ എഴുതി. ഇനിയും പി എന്ന് പറയുന്നത് മുതൽ പി ആയിട്ട് തന്നെ. എൻ എന്ന് പറയുന്ന വർഷം ഇൻറ്റു കൊടുക്കണം. 15 എഴുതരുത് ഇവിടെ. ഈ പിയും ഈ പിയുടെ ക്യാൻസൽ, ഈ 0 ഈ 0 ക്യാൻസൽ. 5 5, ഈ 5 10,
രണ്ടും രണ്ടും നമ്മുടെ ഉത്തരം 4% സെറ്റാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പൊ ക്ലാസ്സിൽ പറഞ്ഞ അത്രയും നമുക്ക് ഒരു റൗണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ഒരു തുക ഇരട്ടിയായാൽ 100/n 100/6, 3 മടങ്ങായാൽ 200/n 200/6, 4 മടങ്ങായാൽ 300/n 300/6. ഇരട്ടിയുടെ നമ്പർ 100, 3 മടങ്ങിന്റെ നമ്പർ 200, 4 മടങ്ങിന്റെ നമ്പർ 300. 6 ചോദിച്ചാൽ n അടിയിൽ, n ചോദിച്ചാൽ 6 അടിയിൽ. ഓക്കെ ആണ്. പിന്നെ 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 12%. 2 പൈസയാണ് പലിശയെങ്കിൽ പലിശ നിരക്ക് 24%. 12ന്റെ മൾട്ടിപ്പിൾ 3 പൈസയാണെങ്കിൽ 36%, 4 പൈസയാണ് 48%. ഇനി 1 രൂപയ്ക്ക് 1 മാസം അര പൈസയാണ് പലിശയെങ്കിൽ 1 പൈസയ്ക്ക് 12 ആണ്, അര പൈസയ്ക്ക് 6% സെറ്റാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഓരോ വർഷവും ഓരോ പലിശ, അങ്ങനെ നമ്മൾ കണ്ടു അല്ലേ. 1-ാം വർഷം ഇത്ര, 2-ാം വർഷം ഇത്ര, 3-ാം വർഷം, അങ്ങനെ ഓരോ വർഷവും ഓരോ പലിശയാണ്. നിങ്ങൾ പേടിക്കണ്ട. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് എഴുതുക. വർഷം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിട്ട് കൊടുക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും ഇതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് എഴുതുക. വർഷം മക്കളെ 1 ആയിട്ട് കൊടുക്കുക. നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കോളും. 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ I = PNR / 100 ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതി ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല, കൺസെപ്റ്റ് ഇതാണ്. പിന്നെ നമ്മൾ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ, വളരെ പഴയതാണ് പക്ഷേ നല്ല 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇപ്പോൾ അതിന് 2ലും 6 ആണ് കാണേണ്ടി. 6 കാണാൻ 100 × I എന്ന് മേളിൽ കൊടുക്കുക, ബാക്കിയുള്ള PUN താഴെ. I 2/5 എന്നൊക്കെ വരുവാണ്. 2 മേളിലും 5 താഴെ. നിങ്ങൾ എങ്ങനെ വന്നാലും ആ കറങ്ങി തിരിഞ്ഞ 5 താഴെ വന്നോളും, പേടിക്കണ്ട. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.